ഇന്ന് നമ്മളൊരു ഈസി ടേസ്റ്റി പക്കോടയാണ് ചെയ്യുന്നത്. കോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ഉണ്ടാക്കുന്ന പക്കോടയിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കോട. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കോൺ പക്കോട റെഡിയാക്കാനായിട്ട് ഈ വലുപ്പത്തിലുള്ള 2 സ്വീറ്റ് കോണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മളെ സാധാരണ നല്ല മൂത്തിട്ടുള്ള ആ ഒരു കോണല്ല കേട്ടോ, സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, സൂപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, അതാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കോണ് പെട്ടെന്ന് അങ്ങ് അടർത്തിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആ തണ്ടിനോട് ചേർത്തിട്ട് അങ്ങ് താഴേക്ക് അങ്ങ് ഉതിർത്ത് വെച്ച് കൊടുത്താൽ മതി ഒരു കത്തി ഉപയോഗിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കോണ് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ആ ഒരു തണ്ടിനോട് ചേർത്തിട്ട് ചെയ്യണം കേട്ടോ, എന്നാലാണ് മുഴുവൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു 2 കോണ് ഇങ്ങനെ ആക്കിയെടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പിൻ്റെ അടുത്താണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതൊന്നങ്ങ് പുഴുങ്ങിയെടുക്കണം, ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്നങ്ങ് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് ഇട്ടിട്ടാണ് ഞാനിത് ബോയിൽ ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ അങ്ങ് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. കാരണം ഫ്രൈ ചെയ്യാനുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് വെന്ത് ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും 3-5 മിനിറ്റ് വേണേൽ അത്യാവശ്യം കുക്കായി കിട്ടുകയും ചെയ്തോളൂ. ഇപ്പോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്ന ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ പുഴുങ്ങാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്താലും മതി, ഒരു പാത്രത്തിൽ വെച്ചിട്ട്. അതെല്ലാം മൈക്രോവേവിൽ ബോയിൽ ചെയ്തെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഏതാണോ എളുപ്പമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് അരിച്ചു മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇത് അരിപ്പയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂട് നന്നായിട്ട് പോകുന്ന സമയത്ത് ഇത് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുക്കാം. മൊത്തം എടുത്തിട്ടില്ല, ഒരു 3-4 ടേബിൾ സ്പൂൺ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലുതും വേണം അങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ എത്രയാണ് വേണ്ടത് അതനുസരിച്ച് മാറ്റി വെക്കുക. ബാക്കിയുള്ളത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ സവാള, വലിയുള്ളി വളരെ ചെറുതാണ് എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ 1/4 പകുതി മതിയാവും. അതൊന്ന് ചെറുതായി മുറിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തത്. എരിവിന് ആവശ്യമായിട്ട് 1-2 പച്ചമുളക് എരിവ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ, കാരണം സ്വീറ്റ് കോൺ ആയതുകൊണ്ട് ചെറിയൊരു മധുരപ്പ് ഉണ്ടാകും. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ ആ ബാക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ട് അങ്ങ് വിപ്പ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിയോട് കൂടിയിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ പരിപ്പുവടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് കോൺ ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ കൈ ഉപയോഗിച്ച് ആദ്യം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 നുള്ള് കായത്തിൻ്റെ പൊടി. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് പൊടിച്ച് വെച്ചിട്ടുള്ള കയ്യിലുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അതുകൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചാറ്റ് മസാല കയ്യിലുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ പ്രത്യേകം നല്ലൊരു ഫ്ലേവർ കിട്ടും. ഈ ചാറ്റ് മസാലയ്ക്ക് ചെറിയൊരു ഉപ്പുണ്ട്, അപ്പോൾ നമ്മൾ ഉപ്പിടുന്ന സമയത്ത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ചാറ്റ് മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ആദ്യം ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ നൈസ് പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരി അപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പത്തിരിപ്പൊടി ഒരു 1/4 കപ്പ്. 2-3 ടേബിൾ സ്പൂൺ കടലമാവ് ആദ്യം കുറച്ച് ഇട്ട് വെക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഇത്തിരി കൂടെ ചേർക്കാം കേട്ടോ. അതായത് നമ്മൾ കുഴച്ചിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പക്കവട പോലെ ഇങ്ങനെ വാരി ഇടാനായിട്ട് പറ്റണം. അതായത് ആ വലിയ കോണൊന്നും എണ്ണയിലേക്ക് വിട്ട് തെറിച്ച് പോവാത്ത രീതിയിൽ ഇതൊന്ന് കുഴഞ്ഞിരിക്കണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയായിരിക്കും നല്ലത്. ഈ സമയത്ത് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, കാരണം ഉള്ളിയൊക്കെ നമ്മൾ ചതച്ചെടുത്തുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആ എണ്ണയിലേക്ക് ഇങ്ങനെ കോരിയിടാൻ പാകത്തിനുള്ള ആ ഒരു ടെക്സ്ചർ മതി. 2 ടേബിൾ സ്പൂൺ തന്നെ വെള്ളം മതിയാവും. പിന്നെ ലാസ്റ്റ് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ഇത്തിരി മല്ലിയില കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇടുന്ന സമയത്ത് ഓയിലിന് നല്ല ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് റെഡി ആവുന്ന സമയത്ത് ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്യേണ്ട, കാരണം ആ ഉൾഭാഗം കറക്റ്റ് ആ കുക്കായിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ 2 സൈഡും പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് കളർ മാറാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 ഭാഗവും റെഡി ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലത്തെ 2 ബാച്ച് കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് ഉണ്ടാവും.
നല്ല ചൂടോടുകൂടെ കഴിക്കുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു പക്കോട തന്നെയാണ് കേട്ടോ ഇത്. വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പൊക്കെ സൈഡിൽ എടുക്കുക, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരിപ്പും എന്ന എരിവും കാര്യങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കോട. അപ്പം ഈ ഒരു രീതിയിലുള്ള പക്കോട നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്